Hi friends, welcome back to Zairas Easy Cooking. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ ഇതിലേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് 2 പച്ചമുളക് കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വരുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളേൻ്റെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വന്നാൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ലപോലെ കുക്കായി കിട്ടാൻ വേണ്ടി ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി കുക്കായി കിട്ടും. ഒരു 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂണ് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലപോലെ മസാലയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. സാധാരണ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം കറി ഒന്ന് തുറന്ന് നോക്കാം. കറിയിൽ ചേർത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കറി ഒന്ന് തിക്കാക്കി കിട്ടാൻ വേണ്ടി നല്ല ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി 8-10 കാഷ്നട്ട് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം 1 മണിക്കൂറായി വെള്ളത്തിൽ കുതിർത്തെടുത്ത കാഷ്നട്ടാണ്. ഇതൊരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലൊരു പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ച് വെച്ച് കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവിയുള്ള കറിയാണ്. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും നമ്മൾ കറിയിൽ കിട്ടും. ഇത് പെപ്പർ ചിക്കൻ്റെ കറി ആയതുകൊണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. 1
1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ ഗ്രേവി ഇവിടെ ഇപ്പോൾ നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറീൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.